ചുറിയാമ്പുഴ 1 2 3. ഇത് നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ വളർത്തുന്ന ഒന്നല്ല, പക്ഷേ ഈ ചെടി ഇവിടേക്ക് പടർത്തി പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുമ്പോൾ അങ്ങനെ പടർന്ന് പിടിച്ച കാരണം തന്നെ ചുറിയാമ്പുഴ ഇങ്ങനെ വന്ന് ചേക്കേറിയേക്കുവാണ്. കറുത്ത കളറിലുള്ള ചുറിയാമ്പുഴ. ഹായ്, ഹലോ, നമസ്തേ, വെൽക്കം ബാക്ക് ടു GKM വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ട്യൂഷൻ കഴിഞ്ഞിട്ട് സാധാരണ പോലെ തന്നെ ഭക്ഷണം കഴിക്കണം. അതിന് മുമ്പ് എനിക്കൊന്ന് കടയിൽ പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വീണ്ടും ഒന്ന് പുറത്തേക്ക് കുറച്ച് ആവശ്യങ്ങൾ, അമ്മൂമ്മയുടെ മരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പുറത്തേക്ക് പോകേണ്ടി വരും. പിന്നെ നമുക്കതിന് പഠിക്കണം. പിന്നെ അതിനിടയിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആമസോണിൽ നടക്കുന്ന കാരണം കൊണ്ട് തന്നെ വീട്ടിലേക്ക് ഒരു TV മേടിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകളായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് TV വാങ്ങിക്കണം. പിന്നെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് TVകളൊക്കെ നോക്കിയിരുന്നു. എനിക്ക് ഷവോമിയുടെ TV വാങ്ങിക്കാം എന്നുള്ളതാണ് പ്ലാൻ. നമ്മൾ വലിയൊരു ബ്രാൻഡിലേക്കൊന്നും പോകാനായിട്ട് ഇപ്പോൾ നോക്കുന്നില്ല. വലിയൊരു TV വേണ്ട. അവിടെ TV സാധാരണ കാണുന്ന അമ്മയും അമ്മൂമ്മയും മാത്രമാണ്. പിന്നെ അവിടെ വന്ന പിള്ളേർ വരികയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ കാണും, അത്ര തന്നെ ഉള്ളൂ. അതല്ലാതെ TV കാണുന്നത് വളരെ കുറവാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ TV കാണുന്നത് വളരെ കുറവാണ്. അമ്മൂമ്മയും അമ്മയൊക്കെ TV കാണും. അപ്പോൾ അവർക്ക് വേണ്ടി TV മേടിക്കണം. ഷവോമിയുടെയാണ് ഞാൻ നോക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒന്നുകൂടിയും കുറച്ചൊന്ന് ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 എണ്ണമൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഫൈനലൈസ് ചെയ്യണം. നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് 4 എണ്ണമുണ്ട്. അതിൽ നിന്ന് ഫൈനലൈസ് ചെയ്ത് നമുക്ക് ഒരെണ്ണം എടുക്കണം. മിക്കവാറും ഷവോമി തന്നെയായിരിക്കും. അപ്പോൾ വെൽക്കം അഗെയിൻ ടു അനദർ വ്ളോഗ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വ്ളോഗിലേക്ക് കിടക്കാം. ഞാൻ ജിമ്മിന് പോകാൻ എടുത്തിരിക്കുന്ന ഷൂസാണ്. ഇതിൻ്റെ ഇവിടെ നോക്ക്, എലിങ്ങനെ കടിച്ചു വെച്ചേക്കാം. ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പം ഞാൻ ഫൈനലി ഇപ്പോൾ ഇത് കണ്ടുപിടിച്ച് ഞാനൊന്ന് നോക്കിയപ്പോൾ ഈ ഭാഗം മൊത്തം എലി ഇങ്ങനെ കീറി വെച്ചേക്കുവാണ്. നമുക്കിനി ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം. ഇതേപോലെ അപ്പുറത്തെ ഷൂസിനും ഇതേപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. കുറേ നാളായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പം ഇങ്ങനെ അവിടെ വെച്ചപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ എലി വന്നിട്ട്, ഇവിടെ എലി ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല. രാത്രിയൊക്കെ വന്നിട്ടുള്ള പണിയാണ് ഇപ്പോൾ കാണുന്നത്. സോ അതൊന്ന് വൃത്തിയാക്കണം. അതിന് ഫുഡ് കഴിക്കാൻ പോട്ടെ. ഇന്ന് ചപ്പാത്തിയാണ്. ചപ്പാത്തി മേടിച്ചുകൊണ്ടെന്നാണ് ഞാൻ. അപ്പോൾ അത് ജസ്റ്റ് ചൂടാക്കിയിട്ട് കഴിക്കുകയാണ്. ഏക് ദോ തീൻ. ഈ ചപ്പാത്തി എപ്പോൾ കണ്ടാലും നമുക്ക് പഞ്ചാബി ദിവസം ഓർമ്മ വരിക. ഞാൻ ചോറ് കഴിക്കാറില്ല, ഞാൻ ചപ്പാത്തിയാണ് കഴിക്കാറ്. അതുകൊണ്ട് തന്നെ ചപ്പാത്തി എനിക്ക് മതി. ചോറ് നെഹി എന്ന് പറയില്ലേ. പിന്നെ ഇതാ ഈ തക്കാളിയും സവോളയൊക്കെ ഇട്ട് വഴറ്റിയ ആ ഒരു കറിയുമാണ് ഇപ്പോൾ ഒന്ന് ഇതിന് കൂട്ടായിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ കടയിൽ പോയിരുന്നു കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ ഫുഡും കഴിച്ച് ഇപ്പോൾ പഠനത്തിൻ്റെ തയ്യാറെടുപ്പിലേക്കാണ് ഞാനിപ്പോൾ ഈ പടവുകൾ ചവിട്ടി വരുന്നത്. ഞാനിപ്പോൾ ഈ പഠിക്കാൻ പോകാന്ന് പറയുമ്പോൾ നിങ്ങൾ പലർക്കും ഈ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക്, സ്ഥിരമായിട്ട് വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് വ്ളോഗ് കാണുമെന്ന് വെച്ചാൽ എന്നെ അടുത്ത് അറിയാവുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഗവൺമെൻറ് സെക്ടർ എക്സാംസിനാണ്. നമുക്ക് കുറേയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, മുന്നേ എഴുതിയിട്ടുണ്ട്. പല PSCയും അതേപോലെ തന്നെ എന്താ പറയുക, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ഇതൊക്കെ ആയിട്ട് ഞാൻ പലതും എഴുതിയിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് സ്വന്തമായിട്ട് തന്നെയാണ്. ഞാൻ എവിടെയും കോച്ചിങ്ങിനൊന്നും പോയിരുന്നു. പക്ഷേ അത്ര വലിയ ഒരു ഇതിലേക്കൊന്നും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ കോച്ചിങ്ങിന് പോയ സമയത്താണ് കൊറോണയുടെ ആ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സെൽഫായിട്ട് സ്റ്റഡി ആയിരുന്നു. പിന്നെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പലതൊക്കെ നമുക്ക് ഈ വക്കത്ത് എത്തിയിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിതിപ്പോൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എനിക്കത് ഫ്രീ ആയിട്ട് എനിക്ക് എൻ്റെ ചാനലിലൂടേക്ക് പറയാൻ പറ്റും, എൻ്റെ തോട്ട്സും എൻ്റെ അഭിപ്രായങ്ങളും. പലരും പല രീതിയിലാണ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യൂട്യൂബ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു പാഷനായിട്ട് കൊണ്ടുപോകാം. അതല്ലാതെ നമുക്ക് അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കിയിട്ട് ഇത് മാത്രം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് മാത്രമായി ഉപജീവന മാർഗം കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ഇതിൻ്റെയൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴെങ്കിലും മാറാമല്ലോ. അപ്പോൾ നമ്മൾക്കിപ്പോൾ യൂട്യൂബ് നാളെ വിട്ട് പേയ്മെന്റ് കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ തീരെ ഇല്ലാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ യൂട്യൂബ് ബാൻ ചെയ്യുന്ന ഒരു അവസ്ഥ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ നിർത്തി പോകേണ്ട ആ ഒരു വേണമെങ്കിൽ വരാം. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ കുറേ പേര് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ വഴിയാത്താരാകും. ഞാനത് ഒരു നെഗറ്റീവായിട്ട് പറയില്ല. ഇപ്പം എനിക്കൊന്നും ആവാൻ പറ്റിയില്ല എന്നാൽ ആയവരെ ഇതാക്കി പറയല്ല. അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. പക്ഷെ നാളെ ഇപ്പോൾ നമ്മളിപ്പോൾ
ഇതിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് നിന്ന് പോയാൽ നമുക്ക് അപ്പുറത്തൊരു ഇൻകം കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം, ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു സേഫ് സോൺ എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്ടർ എക്സാംസ് എഴുതി എല്ലാവരും സേഫ് സോൺ ആണെന്നല്ല പറഞ്ഞത്. പല ഡിപ്പാർട്ട്മെൻറ്റും പല കാര്യങ്ങൾ കൊണ്ടും പല രീതിയിലും ജോബിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സും ഇതൊക്കെ ഉണ്ടാവാം. എന്നാലും നമുക്ക് അവിടെ ഒരു ജോലി എടുത്താൽ പൈസ കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട്, ആ ഒരു ഉറപ്പുണ്ട്. പിന്നെ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ പലരും പറയുമായിരിക്കും. പക്ഷെ എന്നാലും പെൻഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പണ്ടത്തെ പോലെ തരുന്നില്ല എന്നുള്ളൂ. പക്ഷെ നമുക്കത് എന്ത് ചെയ്യുന്നുണ്ട്, പെൻഷനായിട്ട് നമുക്ക് ഒരു MPS എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതുവഴി നമുക്ക് ഒരു എമൗണ്ട് കിട്ടുമല്ലോ എന്തായാലും നിർത്തി പോരുമ്പോഴായാലും. അപ്പോൾ അങ്ങനെ ഇതിനെ മാത്രമായിട്ട് ഇരിക്കുന്നവർക്ക് ഒരു ഉപദേശമാണ്. ഉപദേശം എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയണമെന്നുള്ള ഉപദേശം എങ്ങനെ വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു സോണിലേക്ക് ആദ്യം എത്തുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. പിന്നെ എനിക്ക് യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ യാത്രകൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്യൂഷൻ ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് യാത്ര പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ വെക്കേഷനിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ദിവസങ്ങളൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യണമെന്നുണ്ട്. സോ അങ്ങനെ. പക്ഷേ ഇപ്പോൾ പരീക്ഷകൾ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പരീക്ഷകൾ കാരണം തന്നെ എനിക്കവിടെ യാത്രകൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പഠിക്കാൻ പോവാണ്. ഇത് പറയണമെന്ന് തോന്നി, ഞാനിപ്പോൾ പഠിക്കാതിരുന്നപ്പോഴാണ് എനിക്ക് ഒരു സംഭവം പറയണമെന്ന് തോന്നിയത്. അപ്പം ഞാൻ പഠിക്കാൻ പോട്ടെ, പഠിച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ കുറച്ചു നേരം പഠിച്ചതിന് ശേഷം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഏകദേശം ഒരു 12:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ലേറ്റായി, നല്ല വെയിലുണ്ട്. എന്നാലും നമുക്ക് ഈ പണി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ട്യൂഷന് 3 മണിക്ക് പോകുമ്പോഴത്തേക്കും ഇത് കഴിയില്ല. സോ അതുകൊണ്ട് ഇപ്പം തന്നെ മേടിച്ചുകൊണ്ടാൽ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഞാൻ അവിടേക്ക് പോവുകയാണ്. നല്ല കട്ട വെയിലാണ്, എന്നാലും ഈ നേരത്തെ ഇറങ്ങാൻ എനിക്ക് പറ്റുള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ എഴുന്നേറ്റാൽ അതിൻ്റെ ആ ഫ്ലോ പോകുന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ വഴിയേ ഉള്ളൂ. 10 മിനിറ്റും ഇല്ല തികച്ച്, 5 മിനിറ്റ് കൊണ്ട് വണ്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്താൻ പറ്റും. ഇവിടെ ഇന്ന് കൺസൾട്ടിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ്. പക്ഷേ ഈ മരുന്നെടുത്ത് വരുമ്പോൾ കുറച്ച് നേരം വൈകി, ഇവിടെ സ്റ്റാഫ് മുടക്കാൻ തോന്നുന്നു. അപ്പോൾ ഏകദേശം ഒരു 12:45 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിപ്പോൾ സാധനം മേടിച്ചിട്ടുണ്ട്, മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഈ സ്ലൈം മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിഹാനും ഋഷാനും. അപ്പോൾ അവർക്ക് വേണ്ടി സ്ലൈമാണ്. വലിയ വിലയൊന്നുമില്ല, വളരെ ചീപ്പാണ് പ്രൈസൊക്കെ. പക്ഷേ 2 കളർ മേടിക്കണോ അതോ സെയിം കളർ മതിയോ? എന്തായാലും 2 മേടിച്ച് ഞാൻ വീട്ടിൽ. നമ്മളങ്ങനെ ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഷവോമിയുടെ സ്മാർട്ട് TV A Pro 4K 43 ഇഞ്ചിൻ്റെ ആണ്. 2024 ലോഞ്ചാണ്. ഇതാണ് നമ്മളിപ്പോൾ മേടിക്കാൻ പോകുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക, സെയിൽ ചെയ്ത് പോകുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ 43 ഇഞ്ചിന് ഇപ്പോൾ നമുക്ക് വരുന്നത് 22,000 ആണ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്. 21,999, 22,000. അപ്പോൾ എന്തായാലും അങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തായാലും അത് തന്നെ ഉറപ്പിക്കും. കാരണം TV എന്ന് പറയുന്നത് ഇതിനേക്കാൾ ബെറ്റർ TV വേറെ ഉണ്ട്, വേറെ നല്ല കമ്പനികളുടെ ഒക്കെ ഉണ്ട്, ഞാൻ കണ്ടിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ഇത്ര വലിയ റേറ്റിൻ്റെ ഒന്നും വാങ്ങിക്കണമെന്നില്ല. ഇവിടെ കാണുന്ന ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തായാലും TV അങ്ങനെ അധികം കാണാറില്ല. പിന്നെ എന്നാലും നമ്മളിപ്പോൾ ഉറപ്പിക്കാൻ പോവുകയാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ല സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതല്ല അതിനേക്കാൾ നല്ല TV ഉണ്ട്. ഇപ്പോൾ പലരും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഓണം അങ്ങനെയൊക്കെ ആയ കാരണം കൊണ്ട് ചിലർ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 30K റേഞ്ചിൽ വരുന്ന അത്യാവശ്യം നല്ല TV ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്മാർട്ട് TVs, ഗൂഗിൾ ആൻഡ്രോയിഡ് TVs ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് നേരം മയങ്ങാൻ പോകണം. മയങ്ങാനൊന്നും നേരെയില്ല ആക്ച്വലി. ഇപ്പോൾ 2 മണിയായി, 3 മണിക്ക് ട്യൂഷൻ ഉണ്ട്. എന്തായാലും കുറച്ച് നേരം 10-15 മിനിറ്റൊക്കെ വായിക്കാൻ കിട്ടുമായിരിക്കും. അങ്ങനെ ട്യൂഷന് പോകണം. ട്യൂഷൻ ഇപ്പോൾ സാധാരണ പോലെ തന്നെ തുടങ്ങിയാൽ പിന്നെ ഒരു നെറ്റോട്ടാണ് അതിൻ്റെ ഉള്ളിൽ മൊത്തം. എന്തായാലും കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ കൃത്യം 3 മണിക്ക് ട്യൂഷനിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കുറേ വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടൻസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും വലിയ ക്ലാസ്സാണ്. പക്ഷേ ക്ലാസ് 2 ആണ്. അത് ICSE സിലബസ് ആണ്. ഇവർക്ക് ഒരുമാതിരി കുറേ വർക്കുകളൊക്കെ കൊടുക്കും. അത് ആ സിലബസിൻ്റെ ഭാഗം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് എല്ലാം ക്യാച്ച് ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു സ്റ്റഡിയിങ് രീതി അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇവർ 2 പേർക്കാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എനിക്ക് ഇവരുള്ളപ്പോൾ തന്നെയാണ് കൂടുതലും വീഡിയോ എടുക്കാൻ പറ്റാറുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 5 മണി കഴിഞ്ഞാൽ പിള്ളേരുകൾ കൂടുന്ന കാരണം എനിക്ക് മൊബൈൽ പോലും എടുക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവരെ തന്നെ കാണുന്നത്. ഇവരെ തന്നെ പഠിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നാളെ പരീക്ഷയുള്ള ആൾക്കാരാണ്.
നല്ല കഠിനമായ പഠനത്തിലാണ്. ഓ എൻ്റെ അമ്മോ, വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോ അപ്പാൻ ഉറക്കോലിട്ടിട്ട് പഠിക്കുക അല്ലടാ. ആന്ന് കിട്ടണ്ട, എഴുതി പഠിച്ച് കിട്ടണ്ട. തന്നെ എഴുതാൻ കിട്ടോ? പാറുവിന് കിട്ടോ? തന്നെ എഴുതാൻ കിട്ടും ഇനി? ഉറപ്പല്ലേ? നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇപ്പൊ? പോസ്റ്റ് ഓഫീസ്. എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? പോസ്റ്റ് ഓഫീസ്. അത് കഴിഞ്ഞാൽ നമുക്കിനി അടുത്തത് മാത്സ് പഠിക്കാനുണ്ട്, നമ്പർ വർക്ക്സ്. ഓക്കെ ഓക്കെ, വേറെ നല്ല കുട്ടിയായിട്ട് പഠിക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെയൊക്കെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നേരമായപ്പോഴാണ് നമ്മുടെ ലാസ്റ്റ് ട്യൂഷൻ, അതായത് ഒരു ഹോം ട്യൂഷനാണ്, ഞാൻ സ്ഥിരം വരാറുള്ളതാണ്. അപ്പോൾ അവിടേക്ക് എത്തിയത്. അതിനിടയിലുള്ള കുറേ ട്യൂഷനുകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, ട്യൂഷൻ തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് തോന്നാം, ഞാനിപ്പോൾ ഈ മൊബൈൽ പിടിച്ചിരിക്കുമ്പോൾ എന്താണ് ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ ട്യൂഷൻ എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ എനിക്ക് തീരെ പറ്റാറില്ല, ഞാനിങ്ങനെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ അങ്ങനെ കാണിക്കുന്നത് എന്ന് മാത്രം. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്യൂഷൻ പഠിക്കുന്ന പിള്ളേരും അവരുടെ ഒരു പ്രായം, ഒരു 5 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞാലും ഈ വീഡിയോ കാണുമ്പോൾ അവർക്കും ഒരു സുഖം തോന്നും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നു അല്ലേ ചെറുപ്പത്തിൽ. ഗ്ലൈക്കോലിസിസും ക്രെബ്സ് സൈക്കിളും. എന്താ പറയേണ്ടത്? ആൻസറോടാ. സൈറ്റോപ്ലാസം. ഫസ്റ്റ് ഫേസ് ആണ് ഗ്ലൈക്കോലിസിസ്. സൈറ്റോപ്ലാസത്തിലാണ് നടക്കുക. അത് ആദ്യം ഗ്ലൈക്കോലിസിസിനെ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാം. പിന്നെ 2 ATP ആണ് ഫോം ചെയ്യുക. 2 ATP മോളിക്യൂൾസ് ഫോം ചെയ്യും. പിന്നെ ഓക്സിജൻ വേണ്ട. ഓക്കെ, ഇനി മറ്റേത് പറയും, ക്രെബ്സ് സൈക്കിൾ പറയും. ക്രെബ്സ് സൈക്കിളില് രണ്ടാമത്തെയാണ് സെക്കൻഡ് ഫേസ് ആണ്. ഓക്കെ, പിന്നെ ഓക്സിജൻ അല്ല, ഓക്സിജൻ വേണം. പിന്നെ 28 ATP ഫോംഡ്. പിന്നെ മൈറ്റോകോൺട്രിയയിലാണ് നടക്കാറ് ഈ പ്രോസസ്. ഓക്കെ, പറഞ്ഞൂട്ടോ ചെക്കൻ കില്ലാടിയാണ്. അവൻ ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ മരം പൊടിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ യു മാൻ. ഫോർമുല 1 അല്ല C6 H12 O6 plus 6 O2 plus 6 O2 plus ഒന്നുമില്ല, gives energy. Enzymes gives H2O 6H2O. പിന്നെ 30 ATP. പിന്നെ എത്ര കാർബൺ ഡൈ ഓക്സൈഡ്? 6 CO2. നീ മാറിക്കടാ. ഗൈസ് പോവാം ബാ. വടുക വാ പോവാ. ഒരു റൊണാൾഡോ 2 റൊണാൾഡോ വാ പോവാ. കമോൺ ഗൈസ് കമോൺ, പോവാ റൊണാൾഡോ പോവാ. അപ്പം നമ്മൾ ഇന്നത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു. പ്രത്യേകിച്ച് ഒരു കണ്ടന്റിനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് ഒരു വ്ളോഗ് എടുത്തു എന്നേ ഉള്ളൂ. അതും അത്ര വലിയ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ദിസ് വ്ളോഗ്. ഞാൻ അത്ര വലിയ സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല ഈ വ്ളോഗിൽ, എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഒരു 10-15 മിനിറ്റ് ഞാനൊരു വെറുതെ ഒന്ന് എഡിറ്റ് ചെയ്യാനെങ്കിലും ഇരുന്നതാണ്. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാവുമായിരിക്കും. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഒരു മൗണ്ടഡ് ക്യാമറ ചെസ്റ്റുമെങ്കിലും നമ്മൾ വെച്ചിട്ട് മൗണ്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയുള്ള ആൾക്കാർ ഇങ്ങനെ മാറി വന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഓരോരോ വിറ്റുകൾ ഉണ്ടാവാറുണ്ട്. സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പം ഞാൻ പറയുന്നതാണെന്നുണ്ടെങ്കിലും പിള്ളേരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ക്ലാസ് ടൈമിൽ എന്തെങ്കിലും പറയുന്ന ചെറിയ തമാശകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനിടയിലൊക്കെ അങ്ങനെ വന്ന രസമാണ്. പിന്നെ നമ്മളതിങ്ങനെ ആലോചിച്ചിരിക്കും, പക്ഷെ പിന്നെയാണ് ആലോചിക്കുക വീഡിയോ എടുക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് അതിനുള്ള നിർവാഹമില്ല. ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ പോക്കറ്റിലിടും, മിക്കതും സൈലന്റ് ആയിരിക്കും. പിന്നെ രസകരമായ വീഡിയോസ് വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ അത്രയും തിരക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് എടുക്കാൻ പറ്റാറുള്ളൂ. തിരക്കുള്ള ഒരു സമയവും നിങ്ങൾ വ്ളോഗിൽ കാണാൻ ചാൻസ് ഇല്ല, കാരണം അതെനിക്ക് പറ്റാറില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഇതുകളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് തൃപ്തിപ്പെടുക, വേറെ ഒന്നുമില്ല.
എന്തെങ്കിലും രസകരമായ സംഭവങ്ങളോ യാത്രകളൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്, സമയം പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ ചെയ്യണം എന്തായാലും. ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് ഭയങ്കരമായിട്ട് കൂടി വരുന്ന ദിവസങ്ങളുണ്ടാവും. ആ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇതാണ്. എങ്ങോട്ടെങ്കിലും വല്ല യാത്ര പോയാലോ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. ഓക്കെ, എന്തായാലും വേറെ ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ട്യൂഷൻ സെൻറ്റർ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ട്യൂഷൻ സെൻറ്ററിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് കാണിക്കാനായിട്ട്. വേറെ എന്തെങ്കിലും വല്ല സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു അഭിനയം പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്കത് നിർവാഹമില്ല. സോ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.